ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങോട്ട് വേണമെങ്കിൽ കറക്കാം. നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ്. ലൊക്കേഷൻ ഇവിടെയാണ്. അതിൽ പോയല്ലേ ഇതാണ് നമ്മളുടെ കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ല അടിപൊളി. എന്താണ് ഇതൊരു ലൊക്കേഷൻ, പുതിയ ലൊക്കേഷനാണ്. നമ്മൾ ഇത് ആപ്പിൾ ലാൻഡ് സിറ്റി ഇവിടുത്തെ ഉള്ളൊരു നമ്മുടെ അടുത്തുള്ളൊരു റിസോർട്ടാണ്. പുതിയതായിട്ട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ആക്റ്റീവായി ജനറേറ്ററൊക്കെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു റിസോർട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വാക്കിങ്ങിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, വാക്കിങ്ങും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മല കണ്ട രസമുള്ളൊരു മലയാണ്. അവിടെ മയിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. മയിൽ അങ്ങ് മയിലില്ല, സൂമൊക്കെ ചെയ്താൽ കിട്ടും. സൂം നടന്നോ, നിങ്ങൾ നടന്നോ, നിങ്ങൾ പറഞ്ഞോ. എക്സ്പാൻഷൻ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ കാണിക്കാം, അല്ല പുറത്ത് കാണിക്കാത്തത്. അത് നമ്മൾ എന്താണ് വാട്ടർ ഫീൽഡ് ആണോ സത്യത്തിൽ? അത് എങ്ങനെയാണ് താൻ പറയാൻ പറ്റുമോ? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി തന്നെത്താൻ ആക്റ്റീവ് ആവും. ഈ ബലൂണിനകത്ത് കാറ്റടിക്കുന്ന പോലെയാണ് അല്ലേ? നമ്മൾ തന്നെത്താൻ ഒന്ന് നിറയും, നമ്മുടെ ഉള്ളൊക്കെ നിറയും. നമ്മ ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മളോട് ഓപ്പൺ ഡിസ്റ്റൻസ് അത് എങ്ങനെയാണ് നമ്മൾ ഒന്ന് ചോദിക്കാൻ പോകും. അത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആകെ പ്രശ്നമായിരിക്കും. കാരണം ഇതൊരു വല്ലാത്തൊരു വയ്യാവേലിയായി പോയല്ല, പുലിവാല് പിടിച്ച പോലെ തോന്നും. കാരണം അത്രയും പ്രശ്നം നമ്മളിലുണ്ടെന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ നേരത്തെ അവിടെ എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ ആ പഴയ ബന്ധം പുതുക്കല്ലല്ലോ അവിടെ ചെയ്യണത്. അതെ അതെ അതെ. മറിച്ച് ആ മൂമെന്റിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളിൽ സംഭവിക്കുന്നത്. അതെ 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 അതെ. പഴയ ബന്ധം പുതുക്കുന്നവർക്ക് എന്നും പ്രശ്നമാണ്. അതെ അതെ. അവർക്ക് ഇത് ചെയ്യാം, അവരാണ് ഇത് ചെയ്യാൻ പറ്റാതെ ഓട്ടുവായും ഈ പറഞ്ഞ ഗ്യാസ് ട്രബിളും വന്ന് നിർത്തി പോണ ആൾക്കാർ അവരാണ്. മനസ്സിലായ? വണ്ടിയിലോടാണ്. കാരണം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ സിങ്ക്രണൈസ് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പാശ്ചാത്യ കാര്യങ്ങൾ കയറി വരുമ്പോൾ ആൾക്കാർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് ചെയ്യാൻ സാധിക്കണില്ല. അതെ അതെ അതെ. കാരണം പഴയ ആ പരിചയം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇല്ലല്ലോ. ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളതിനല്ലല്ലോ പ്രസക്തി. അതെ, ഇത്രയും കാലമായിട്ടുള്ള നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെ, മനസ്സിലായി. അല്ലാണ്ട് നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ നിരന്തരം ഉള്ളതാണെന്ന് മനസ്സിലാക്കണില്ല. അതെ, ഇത് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഈ പരിചയപ്പെടുത്തി മനുഷ്യൻ ജീവിക്കണില്ല, പരിചയപ്പെടുത്തിന് മാത്രമേ നടക്കണുള്ളൂ. അതെ, ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കേറ്ററിങ് സംഭവമാണ്. ഇവരാണ് നമുക്ക് കേറ്ററിങ്ങിന് ഫുഡൊക്കെ തരണത്. നമ്മളുടെ കെന്നിൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് തന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഫുഡായിരുന്നു. ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കട്ടെ? അതെ, ഇതാണ് മിസ്റ്റർ നമ്മുടെ ഇതാണ് മിസ്റ്റർ സുൽജോ. എന്താ കേറ്ററിങ്ങിന്റെ പേരെന്താണ്? കാനായ് കേറ്ററിംഗ് എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇവിടെ ഫുഡ് നല്ല ടേസ്റ്റ് ആണെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴത്തേക്ക് കൊള്ളാലോ, വീട്ടിൽ വെക്കണ പോലെ തന്നെ ഉണ്ട്. അല്ലാണ്ട് ഒരു കേറ്ററിംഗുകാർ കൊണ്ടുവരുന്ന ഫുഡായിട്ട് തോന്നിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായി? കേറ്ററിംഗുകാരുടെ ഫുഡായിട്ട് നമുക്ക് തോന്നിയില്ല. ഒരു ഹോംലി ഫുഡാണ്. മനസ്സിലായി? സാധാരണ കേറ്ററിംഗുകാരുടെ അടുത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു ക്ലീഷേ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് തന്ന പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ നമ്മളവരുടെ കിച്ചണിൽ കയറി കണ്ടിട്ട് കിച്ചണാണ് ഏറ്റവും അടിപൊളി. ഇപ്പൊ വൈകുന്നേരമാണ് ചിലപ്പോൾ കിച്ചൺ തുറന്ന് കാണിക്കുവാ.
പക്ഷെ കാണാൻ ഇല്ല ഓക്കെ. നമ്മൾ കയറി കണ്ടതാണ് നല്ല അതെ, നല്ലതാണ്. അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. അടപ്പൊക്കെ കൂട്ടി കത്തിച്ച് തീ കത്തിച്ച്, അല്ലാണ്ട് ഗ്യാസിലൊന്നും അല്ല, മനസ്സിലായി. തീ കത്തിച്ചെടുക്കുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവരൂടെ ഉണ്ട് ആ ഫുഡിനകത്ത്. ആ കുടുംബമുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾ എത്ര വർഷമായി? ഞങ്ങൾക്കൊരു മുന്നേ വീടുകളിൽ പോയി വെപ്പായിരുന്നു നമുക്ക്. ഇപ്പൊ ഈ ഇത് തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആവണുള്ളൂ. അതിന് മുമ്പ് നമ്മൾ വീടുകളിൽ ചെന്ന് അവിടെ അവർക്ക് വെച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു. നിങ്ങളുടെ ലൊക്കേഷൻ സ്ഥലമൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. ഇത് ചാലക്കുടിയില് വെട്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ അതിരപ്പള്ളിക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് അതിരപ്പള്ളിക്ക് ഒരു 10 കിലോമീറ്റർ. ഈ ലൊക്കേഷൻ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സീറോ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് പറ. ഇത് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ വിറ്റിലപ്പാറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. ഇവിടെ ഒരു നോട്ടർഡാം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി. അതിരപ്പള്ളി വാഴച്ചാലൊക്കെ വരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം തയ്യാറാക്കി അങ്ങോട്ട് കൊണ്ടു തരുന്നതായിരിക്കും, കൊടുക്കുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞു. ഞങ്ങളുടെ നമ്പർ 9466230566. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യാം. കാരണം നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിക്കും. ഇതൊരു മാർക്കറ്റിംഗ് അല്ല കേട്ടാ, ഇത് മാർക്കറ്റിംഗ് ആയിട്ട് വിചാരിക്കേണ്ട. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തൊഴിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ജീവിക്കണം, മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് ഇപ്പൊ വീഡിയോ ചെയ്യുന്നു. ഞങ്ങളൊരു കുടുംബം തന്നെയാണ് ഇത്. അതെ, ഞങ്ങളൊരു കുടുംബം തന്നെയാണ് ഇത്. ഓക്കെ, താങ്ക് യു.